ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മളുടെ 5th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. HTML അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സ് ആൻഡ് CSS. നമ്മൾ HTMLനകത്തുള്ള പുതിയ കുറേ കൺസെപ്റ്റുകളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ HTML ടാബിൾസ് ആണ്. എങ്ങനെ നമുക്ക് HTML യൂസ് ചെയ്ത് നമ്മളുടെ വെബ് പേജിനകത്ത് ടാബിൾസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ടാബിൾസ് ആൻഡ് ഫോംസ് ആർ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് എനി വെബ്സൈറ്റ് ഓർ വെബ് പേജ്. ടേബിൾ അതേപോലെ ഫോം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദീസ് അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സ് ഓഫ് HTML ആൻഡ് ദെയർ ആട്രിബ്യൂട്ട്സ്. ഇതിനകത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. We will also discuss the basic concept of CSS, a simple design language intended to simplify the process of making web page presentable. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള HTML കുറേ കൺസെപ്റ്റുകൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കാസ്കേഡ് സ്റ്റൈൽ ഷീറ്റും കൂടെ പഠിക്കുന്നുണ്ട്. അതൊരു സിമ്പിൾ ഡിസൈൻ ലാംഗ്വേജ് ആണ്. നമ്മുടെ വെബ് പേജിനെ കൂടുതൽ പ്രസൻറ്റബിൾ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ്. അതൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. HTML ടാബിൾസ്. നമുക്കറിയാം നമ്മളുടെ വെബ് പേജിനകത്ത് ഒരു ടേബിൾ ഫോമിൽ നമുക്ക് ഡാറ്റ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ HTML ടാബിൾസ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ബാക്കിൽ കുറച്ച് കോഡുകൾ ചെയ്യാണ്ട് എന്നാലാണ് നമ്മളുടെ മുന്നിൽ അങ്ങനെ വെബ് പേജ് ടേബിളായിട്ട് ഫോം ചെയ്യുള്ളൂ, നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുള്ളൂ. എന്തൊക്കെയാണ് ചെയ്യാൻ നോക്കാം. The HTML table allows web authors to arrange data like text, image, link and other tables etc. into rows and columns of cells. നമുക്ക് ടെക്സ്റ്റുകൾ അതേപോലെ ഇമേജുകൾ, ലിങ്കുകൾ, ബാക്കിയുള്ള എന്ത് കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റോസും കോളംസും ആയിട്ടൊരു ടാബുലാർ ഫോമിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. The HTML tables are created using table tag in which the tr tag is used to create table rows. നമ്മൾ ടേബിൾ കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ടേബിൾ ടാഗ് കൊടുക്കണം. അപ്പോൾ അത് മസ്റ്റാണ്. അല്ലെങ്കിൽ പറഞ്ഞ പോലെ മിസ്റ്റേക്കുകളിലൂടെ അങ്ങനെ സംഭവിക്കാറുണ്ട്. കുട്ടികൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല അതുമ്പോൾ ചിലപ്പോൾ ടേബിൾ ടാഗ് കൊടുത്തിട്ടുണ്ടാവില്ല. അതിൻ്റെ സ്പെല്ലിങ്ങിന് പ്രശ്നം ഉണ്ടാവും. അതിനൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പലർക്കും തെറ്റാറുള്ളത്. അപ്പോൾ ടേബിൾ ടാഗ് യൂസ് ചെയ്യും. പിന്നെ TR ടാഗ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഓരോന്നിൻ്റെ റോയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി TR ടാഗും കൊടുക്കണം. അതും മസ്റ്റാണ്. പിന്നെ TD ടാഗ് അതെന്ന് പറഞ്ഞാൽ ഡാറ്റ സെല്ലിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓരോ സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് TD ടാഗ് കൊടുക്കുന്നത്. ദ എലമെൻറ്റ് അണ്ടർ TD ആർ റെഗുലർ ആൻഡ് ലെഫ്റ്റ് അലൈൻ ബൈ ഡിഫോൾട്ട്. നമ്മളുടെ TDയിലകത്തുള്ള ഡാറ്റ റെഗുലർ ആയിരിക്കും. അതേപോലെ തന്നെ ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടുള്ള ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ജസ്റ്റ് വാല്യൂസ് അത്രയാണ് അതിനകത്ത് വരിക. ഓരോ വാല്യൂസ് നമ്മൾ എന്തെങ്കിലും പേര് കൊടുക്കുകയാണെങ്കിൽ അതാണ് TDക്കകത്ത് വരിക. ടേബിൾ സെൽസ് വിച്ച് ആക്ട് ആസ് കോളം ഹെഡർ ഓർ റോ ഹെഡർ ഷുഡ് യൂസ് ദ TH ടേബിൾ ഹെഡർ. അതേപോലെ തന്നെ നമുക്ക് കോളത്തിനോ റോക്കൊക്കെ ഹെഡിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, TH യൂസ് ചെയ്യണം. അതിൻ്റെ പേരെന്താണ്, ടേബിൾ ഹെഡർ. അപ്പോൾ ഇത്തരം ടാഗുകളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. എക്സാമിന് തിയറിക്കും പ്രാക്ടിക്കലിനൊക്കെ ചോദിക്കും. TH element which also comes inside the TD tag. A simple example is given below. നോക്കാം, നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അതായത് വിച്ച് ഓൾസോ കംസ് ഇൻസൈഡ് TD ടാഗ് എന്നാണ് കൊടുത്തുള്ളത്. TD ടാഗ് അല്ല, പകരം TR ടാഗാണ്. ഒന്ന് വെട്ടിയിട്ട് TR എന്നാക്കിയോളൂ കേട്ടോ. ഈ സിമ്പിൾ എക്സാമ്പിൾ ഗിവൺ ബിലോ. ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്, HTML ഹെഡ്, പിന്നെ HTML ടാബിൾസ് ടൈറ്റിൽ കൊടുത്തു, ഹെഡ് ക്ലോസ് ചെയ്തു, പിന്നെ ബോഡി ടാബിൾ ബോർഡറുമാണ്. നമ്മൾ ജസ്റ്റ് ടാബിളിന് ബോർഡറൊക്കെ കൊടുത്തു. നമുക്കിത് പ്രാക്ടിക്കലായിട്ട് ചെയ്യണം. നിങ്ങൾ കോളേജിൽ വരുന്നതെന്ന് ചെയ്യാം കേട്ടോ. പിന്നെ TH ഉണ്ട്, ഫസ്റ്റ് നെയിം ഉണ്ട്, പിന്നെ ഏജ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം ഒരു ടേബിൾ ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് കാണാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഫസ്റ്റ് നെയിമും ഏജും. എന്നിട്ട് ആ TR ക്ലോസ് ചെയ്തു, അതായത് ആ റോ ക്ലോസ് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ബാക്കിലൊരു കൺഫ്യൂഷൻ വരാണ്ട് നോക്കാം. അതായത് TR നമ്മളിപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ അടുത്ത TR, അതായത് നെക്സ്റ്റ് റോ ആണ് നമ്മൾ പിന്നെ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് റോ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ വേണം, ആലിസ് വേണം, ആലിസിൻ്റെ ഏജ് വേണം. അപ്പോൾ TD ആലിസ് വേണം, അത് ക്ലോസ് ചെയ്യണം. പിന്നെ TD ബോബ് എന്നാണ് ഈ ബുക്കിൽ കൊടുത്തുള്ളത്. ശരിക്കും TD ബോബ് അല്ല, TD 20 ആണ് വേണ്ടത്. കാരണം അവളുടെ ഏജാണ് കാണിക്കേണ്ടത്. കാരണം ഓരോ റോ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ ഇതിൽ ബൈ മിസ്റ്റേക്ക് വന്നതാവാം. അപ്പോൾ നമുക്ക് ഞാൻ ഒരു എക്സാമ്പിൾ വേറെ കാണിച്ചു തരാം. അതിന് ഇതാണ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ. അതായത് അതിനകത്ത് നമ്മൾ കണ്ട മിസ്റ്റേക്ക് ചെറിയൊരു മിസ്റ്റേക്കാണ്, നമുക്ക് തിരുത്താവുന്നേ ഉള്ളൂ. അത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ കണ്ടോ, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ടേബിള്, TR, TH മന്ത്, പിന്നെ TH ഡേറ്റ് ആണ് കൊടുത്തത്. അതൊക്കെ ഹെഡിങ് ആണ്. അതായത് ഇത് വേറൊരു കോഡാണ്. എക്സാമ്പിൾ കറക്റ്റ് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. പിന്നെ അടുത്ത TRൽ എന്താണ്, TD മാർച്ച്, പിന്നെ TD 19-18 കണ്ടോ. അതായത് മാർച്ച് പിന്നെ അതിൻ്റെ ഡേറ്റാണ് കൂടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കണ്ട എങ്ങനെയാണ്, കോളത്തിലുള്ള കാര്യങ്ങളാണ്. ആലിസ് കഴിഞ്ഞ ബോബാണ് കൊടുത്തിട്ടുള്ളത്.
പക്ഷേ ശരിക്കും ആലിസ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏജാണ് കൊടുക്കേണ്ടത്. അതായത് ഒരു റോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടുള്ള കാര്യങ്ങളാണ് വരിക. നമ്മളുടെ കോളം വൈസ് ആകുമ്പോഴാണ് വെർട്ടിക്കൽ വരിക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ തിരുത്തിയിട്ട് എന്താണ് ആലിസ് പിന്നത്തെ TD എന്താക്കണം 20 ആക്കണം കേട്ടോ. പിന്നെ ഇതിനകത്ത് കണ്ടോ ജൂണ് പിന്നെ ഡേറ്റ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാർച്ച് ആണ് അതിൻ്റെ ഡേറ്റെല്ലാം കൊടുത്തുള്ളത്, ജൂൺ ആണ് അതിൻ്റെ ഡേറ്റ്. മറ്റേ നമ്മൾ പാരീസിൻ്റെ ബോബിൻ്റെ എഴുതിയപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കോളം വൈസിലാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അതായത് ഇവിടെ ആലിസ് കഴിഞ്ഞ് നമ്മൾ കണ്ടോ, ആലിസ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കൊടുത്തത് എന്താണ് ബോബ് എന്നാണ്. അവിടെ ശരിക്കും ആലിസിൻ്റെ ഏജ് ആട്ടോ കൊടുക്കേണ്ടത്. അത് നമ്മൾ ഇനി പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും. അപ്പോൾ നോട്ടിൽ എഴുതിയെടുത്താൽ മതി. ഓക്കെ, ഡൗട്ട് ഉണ്ടാകാൻ മാത്രമൊന്നുമില്ല. TR എന്ന് പറഞ്ഞാൽ റോ ആണ്. റോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്ന ആ സാധനമാണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ ഫസ്റ്റ് നെയിം ഏജ് എന്നൊക്കെ പറഞ്ഞാൽ അത് റോ ആണ്. ഫസ്റ്റ് നെയിം ആലിസ് ബോബ് എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ് ഒരു കോളമാണ്. ബേസിക്കലി നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതുമാണ് മാറ്റുന്നത് ജസ്റ്റ് ആ 20 ബോബിൻ്റെ അവിടെ കൊണ്ടുപോയി പകരം ഈ താഴെയുള്ള 20ൻ്റെ പകരം ബോബ് എഴുതുക. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരും എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാം, നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ ചാൻസ് കിട്ടുമ്പോൾ ചെയ്യാം കേട്ടോ. കിട്ടുമായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം നമ്മൾ കൊണ്ടുവരും അതിന് വേണ്ടിയിട്ടോ, ലാബ് ചെയ്യിക്കാനായിട്ട് ഒരു ദിവസം കൊണ്ടുവരുന്നുണ്ട്. We can specify border of HTML tables either using border attribute of table in HTML or using border property in CSS. നമുക്ക് അതേപോലെ തന്നെ നമ്മളിപ്പോൾ HTML ടേബിളിൽ ഡാറ്റ കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ബോർഡറിനകത്ത് മാറ്റങ്ങൾ വരുത്താം. ബോർഡറിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ചേഞ്ചസ് അതിൻ്റെ കളർ മാറ്റണമെങ്കിലും അതിൻ്റെ വിഡ്ത്ത് കൂട്ടണമെങ്കിലൊക്കെ ചെയ്യാം. There are two attributes called cell padding and cell spacing which you will use in adjust white space in your table cells. ഇവിടെ 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സെൽ പാഡിങ് ഉണ്ട്, അതേപോലെ സെൽ സ്പേസിങ് ഉണ്ട്. 2 ഇമ്പോർട്ടൻ്റ് ആട്ടോ. ജസ്റ്റ് 2 മാർക്കെങ്കിലും ചോദിക്കും. സെൽ പാഡിങ്ങും സെൽ സ്പേസിങ്ങും നമ്മളുടെ സെല്ലുകൾക്കിടയിലുള്ള വൈറ്റ് സ്പേസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൽ പാഡിങ്ങും സെൽ സ്പേസിങ്ങും യൂസ് ചെയ്യുന്നത്. സെൽ സ്പേസിങ് ആട്രിബ്യൂട്ട് ഡിഫൈൻ സ്പേസ് ബിറ്റ്വീൻ ടേബിൾ സെൽസ്. നമ്മളുടെ സെൽ സ്പേസിങ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ടേബിൾ സെൽസിന് ഇടയിലുള്ള സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ പറഞ്ഞു നമുക്ക് പ്രാക്ടിക്കലി ചെയ്ത് നോക്കണം. എന്നൊക്കെ പ്രാക്ടിക്കലി ചെയ്ത് തന്നെ പഠിക്കാൻ ഈസി. പക്ഷെ എന്താ ചെയ്യുക, നമുക്ക് ഓഫ്ലൈനായിട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ. അതേപോലെ തന്നെ സെൽ പാഡിങ് ഉണ്ട്. റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൽ ബോർഡേഴ്സ് ആൻഡ് ദ കണ്ടൻറ്റ് വിത്തിൻ ദ സെൽ. അതായത് സെല്ലിൻ്റെ ബോർഡറും അതിനകത്തുള്ള കണ്ടൻറ്റും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസാണ് സെൽ പാഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കാം, അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിളിൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്തി നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും. അത് പ്രാക്ടിക്കലായിട്ട് വീട്ടിൽ സിസ്റ്റം ഉള്ളവർ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ, സിസ്റ്റം ഉള്ളവർ. നെക്സ്റ്റ് HTML ഹെഡ്, HTML ടേബിൾസ് ടൈറ്റിൽ കൊടുത്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയണ്ടല്ലോ, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ടേബിൾ ബോർഡർ 15 കൊടുത്തു. പിന്നെ കണ്ടോ 15 ആയപ്പോൾ നല്ല ബോർഡർ കട്ടി കൂടി. സെൽ പാഡിങ് 15 കൊടുത്തു, സെൽ സ്പേസിങ് 15 കൊടുത്തു. അതായത് സെല്ലുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൂടി. അതേപോലെ അതാണ് സെൽ സ്പേസിങ്. പിന്നെ സെൽ പാഡിങ് എന്നാൽ അതിനകത്തുള്ള കണ്ടൻറ്റും ആ ബോർഡറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി. അത് രണ്ടും ഞാൻ വീണ്ടും പറയുകയാണ്, സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും ഇമ്പോർട്ടൻ്റ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നെയിം കൊടുത്തു, ഏജ് കൊടുത്തു. ഫസ്റ്റ് റോൾ അതാണ്. പിന്നത്തെ റോൾ എന്താണ്, ആലിസ് ബോബ്. അയ്യോ സെയിം മിസ്റ്റേക്കാണ്, റിപ്പീറ്റേഷനാണ്. ആലിസ് 20 ആണ് വേണ്ടത് കേട്ടോ. പിന്നെ നമ്മളുടെ ബോബ് 21 ആണ് കൊടുക്കുക. പിന്നെ അതൊക്കെ ക്ലോസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ഐഡിയ വേണം HTML എങ്ങനെ ചെയ്യണമെന്ന്. 2-3 പ്രാവശ്യം നിങ്ങൾ നോട്ടിൽ എഴുതിയാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓക്കെ ആവും കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം ഇതൊക്കെ പറഞ്ഞാൽ സിമ്പിളായി നിങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതിങ്ങനെ എങ്ങനെ ചെയ്യേണ്ടതെന്ന്, അതായത് ഫസ്റ്റ് HTML കൊടുക്കണം, പിന്നെ ടൈറ്റിൽ കൊടുക്കണം, ഹെഡ് കൊടുക്കണം, ബോഡി കൊടുക്കണം. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. യു ഹാവ് ടു നോ ദാറ്റ്. ടേബിൾ സെൽസ് ക്യാൻ ബി മേർജ്ഡ് യൂസിങ് കോൾ സ്പാൻ ആൻഡ് റോ സ്പാൻ. നമ്മൾ സെൽ സ്പേസിങ് സെൽ പാഡിങ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് കോൾ സ്പാനും റോ സ്പാനും. യു ക്യാൻ യൂസ് കോൾ സ്പാൻ ആട്രിബ്യൂട്ട് ഇഫ് യു വാണ്ട് മെർജ് 2 or more columns into a single column. മെർജിങ് എന്ന് കേട്ടിക്കണോ, 2 കോളംസ് അല്ലെങ്കിൽ 2 കൂടുതൽ കോളംസിനേക്ക് മെർജ് ചെയ്ത് ഒന്നാക്കി മാറ്റാനാണ് നമ്മൾ ഈ മെർജിങ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കോൾ സ്പാൻ ആൻഡ് റോ സ്പാൻ എന്ന് പറയുന്ന കോളം ഗ്രൂപ്പിംഗ് ആട്രിബ്യൂട്ട്സ് ആണ് ഈ കോൾ സ്പാനും റോ സ്പാനും. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മെർജ് ചെയ്യുന്നത്. അപ്പോൾ കോളം സ്പാൻ എന്ന് പറഞ്ഞാൽ 2 അതിൽ കൂടുതലോ കോളത്തെ സിംഗിൾ കോളാക്കി മാറ്റും. അതേപോലെ തന്നെ റോ സ്പാൻ ആണെങ്കിലോ 2 അതിൽ കൂടുതലോ റോസിനെ നമ്മൾ എന്ത് ചെയ്യും, സിംഗിൾ റോസ് ആക്കി മാറ്റും. അപ്പോൾ നമ്മളിതൊക്കെ നമുക്ക് വീട്ടിൽ സിസ്റ്റൻറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ചെയ്യാൻ പോകണം. HTML ഒക്കെ ചെയ്തു, കോൾ സ്പാൻ ചെയ്തു, റോ സ്പാനൊക്കെ ഹെഡിങ് കൊടുത്തു, ടൈറ്റിൽ കൊടുത്തു. ഇനി നമ്മൾ ബോഡിയിലേക്ക് വരികയാണ്. ടേബിൾ ബോർഡ് ഡിഫൈൻ ചെയ്തു, 1 ആണ്.
പിന്നെ TR തുടങ്ങി TH ഹെഡിങ് കൊടുത്തു, കോളം 1, കോളം 2, കോളം 3 ഒക്കെ കൊടുത്തു, TR ക്ലോസ് ചെയ്തു. പിന്നെ അടുത്ത റോ എന്താണ്? TD റോ സ്പാൻ. അതായത് 2 റോസിനെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒന്നാക്കണം. ഞാൻ ഇപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് താഴത്തെ ടേബിൾ കണ്ടാൽ മനസ്സിലാവും. റോ 1 സെൽ 1 എന്ന് പറഞ്ഞത് കണ്ടോ? 2 സെൽ ഒന്നായി നിൽക്കുന്നത് കണ്ടോ? അതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, TD റോ സ്പാൻ 2 ആണ്, റോ 1 സെൽ 1. അവിടെ എന്ത് ചെയ്തു? റോ 1 സെൽ 1. ഞാൻ പറയുമ്പോൾ തന്നെ ഈ ടേബിൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. റോ 1 സെൽ 1 പറഞ്ഞാൽ എന്താണ്? മെർജ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അടുത്ത TD എന്താണ്? റോ 1 സെൽ 2, പിന്നെ റോ 1 സെൽ 3. അതൊക്കെ പിന്നെ നോർമലി നമ്മൾ അങ്ങനെ കൊടുക്കും. നെക്സ്റ്റ് TRലേക്ക് വരുമ്പോൾ റോ 2 സെൽ 2, റോ 2 സെൽ 3. അതായത് റോ 1 കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താണ്? ഓൾറെഡി നമ്മൾ മെർജ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി കോളം സ്പാൻ, അതായത് TD കോളം സ്പാൻ 3, അതായത് 3 കോളംസാണ് നമ്മൾ മെർജ് ചെയ്ത് ഒന്നാക്കി മാറ്റാൻ പോകുന്നത്. അതിന് നമ്മൾ പേര് കൊടുത്തതാണ് റോ 3 സെൽ 1. അതായത് മൂന്നാമത്തെ റോ ആണ്, ഫസ്റ്റ് സെല്ലാണ്. നമ്മൾ ഒന്നായിട്ട് ഇവിടെ മെർജ് ചെയ്തു. കണ്ടോ? ലാസ്റ്റത്തെ ഒറ്റ ലൈനായിട്ട് കിടക്കുന്ന ഇതും വീട്ടിൽ സിസ്റ്റമുള്ളവർക്ക് നോക്കാം, അല്ലാത്തവർക്ക് എന്ത് ചെയ്യുക? നമ്മളിവിടെ വന്നിട്ട് ചെയ്യിച്ചു തരാം കേട്ടോ. നെക്സ്റ്റ്, ടേബിൾ ബാക്ക്ഗ്രൗണ്ട് ക്യാൻ ബി സെറ്റ് യൂസിങ് വൺ ഓഫ് ദ ഫോളോയിങ് 2 ways. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. എന്തൊക്കെ ചെയ്യാം? ഒന്ന് BG കളർ ആട്രിബ്യൂട്ടാണ്. യു ക്യാൻ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ഫോർ വോൾ ടേബിൾ ഓർ ജസ്റ്റ് ഫോർ വൺ സെൽ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാൻ പറ്റും BG കളർ യൂസ് ചെയ്തിട്ട്. ഒന്നുകിൽ വോൾ ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആവാം. ബാക്ക്ഗ്രൗണ്ട് ആട്രിബ്യൂട്ട് യു ക്യാൻ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഫോർ വോൾ ടേബിൾ ഓർ ജസ്റ്റ് ഫോർ വൺ സെൽ. നമുക്ക് അതേപോലെ എന്ത് ചെയ്യാൻ പറ്റും? ബാക്ക്ഗ്രൗണ്ട് ഇമേജും വേണമെങ്കിൽ മാറ്റാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ കോളേജിൽ സിസ്റ്റത്തിനകത്തൊക്കെ ഇമേജ് ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് നിങ്ങൾ വരുന്നെന്ന് നമുക്ക് നോക്കാം കേട്ടോ. യു ക്യാൻ ഓൾസോ സെറ്റ് ബോർഡർ കളർ ഓൾസോ യൂസിങ് BG കളർ ആട്രിബ്യൂട്ട്. അതേപോലെ തന്നെ നമുക്ക് ബോർഡർ കളറും വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറും മാറ്റാം, ബോർഡർ കളറും മാറ്റാം. പക്ഷെ രണ്ടും കൂടെ ഒരു സെൻസുള്ള രീതിയിൽ മാറ്റണം കേട്ടോ. ചിലർക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരെന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതാണ്, പക്ഷേ വൻ ബോറായിരിക്കും. അതെ, അപ്പോൾ നമ്മളിവിടെ ഒരു സിൻടാക്സ് കാണിച്ചിട്ടുണ്ട്. ടേബിൾ ബോർഡർ 1, ബോർഡർ കളർ ഗ്രീൻ, BG കളർ എന്താണ്? യെല്ലോ. അതായത് ബോർഡറിൻ്റെ കളർ ഗ്രീനും കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആണ് കൊടുത്തിട്ടുള്ളത്. ടേബിൾ ബോർഡർ 1 ബോർഡർ കളർ ഗ്രീൻ, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് test.png. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് ഉള്ള മോഡലും ചെയ്തിട്ടുണ്ട്, അതും നമുക്ക് നോക്കാം. യു ക്യാൻ സെറ്റ് എ ടേബിൾ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് യൂസിങ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആട്രിബ്യൂട്ട്സ്. നമുക്ക് അതേപോലെ ഒരു ടേബിൾ എടുത്തിട്ട് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വിഡ്ത്ത് ഹൈറ്റ് ആട്രിബ്യൂട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ടേബിൾ വിഡ്ത്ത് ഓർ ഹൈറ്റ് ക്യാൻ ബി സെറ്റ് ഇൻ ടേംസ് ഓഫ് പിക്സൽസ് ഓർ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് അവൈലബിൾ സ്ക്രീൻ ഏരിയ. ഒന്നുകിൽ നമ്മൾ പിക്സലിലാണ് ഇതൊക്കെ ചെയ്യുക. നമ്മൾ പൊതുവേ ഇമേജസും കാര്യങ്ങളൊക്കെ പിക്സലിലാണ് ചെയ്യുക. ഒന്നുകിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്ക്രീൻ ഏരിയയ്ക്ക് അനുസരിച്ചുള്ള പെർസെൻറ്റേജ് ആക്കിയിട്ട് കൊടുക്കാം. അതായത് 50% പറഞ്ഞാൽ സ്ക്രീൻ ഏരിയൻ്റെ 50% എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ടേബിൾ ബോർഡർ =1, വിഡ്ത്ത് =400, ഹൈറ്റ് =150 എന്ന് പറഞ്ഞാൽ പിക്സലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ക്യാപ്ഷൻ ക്യാൻ ബി ആഡഡ് ടു എ ടേബിൾ യൂസിങ് ക്യാപ്ഷൻ എലമെൻറ്റ്. അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ടാഗാണ് ക്യാപ്ഷൻ. ദിസ് ഈസ് ദ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെഡിങ് പോലെ നമുക്ക് എന്തെങ്കിലും ഒരു ക്യാപ്ഷനും ഇട്ട് കൊടുക്കാം. ടേബിൾ ക്യാൻ ബി ബ്രോക്കൺ ഇൻ ടു സെക്ഷൻസ് യൂസിങ് ഫോളോവിങ് എലമെൻറ്റ്സ്. നമുക്ക് കുറച്ച് സെക്ഷനായിട്ട് വേണമെങ്കിൽ ഒരു ടേബിളിനെ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് T ഹെഡാണ്, ടേബിളിൻ്റെ ഹെഡറാണ്. പിന്നെ ബോഡി ഉണ്ട്, ടേബിളിൻ്റെ ബോഡിയാണ്. പിന്നെ T ഫൂട്ട് ഉണ്ട്, ടേബിളിൻ്റെ ഫൂട്ടാണ്. 3 രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഈ ടേബിൾ മേ കണ്ടെയ്ൻ സെവറൽ T ബോഡി എലമെൻറ്റ്സ് ടു ഇൻഡിക്കേറ്റ് ഡിഫറെൻറ്റ് പേജസ് ഓർ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ. ഗ്രൂപ്പ് ഓഫ് ഡാറ്റനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ T ബോഡിയിലാണ് നമ്മൾ അതൊക്കെ പ്രസൻറ്റ് ചെയ്യുക. ബട്ട് ഇറ്റ് ഈസ് നോട്ടബിൾ ദാറ്റ് T ഹെഡ് ആൻഡ് T ഫൂട്ട് ടാഗ്സ് ഷുഡ് അപ്പിയർ ബിഫോർ T ബോഡി. പക്ഷെ നമ്മൾ T ഹെഡും T ഫൂട്ടൊക്കെ നമ്മൾ ടേബിളിൻ്റെ മുന്നായിട്ടാണ്, നമ്മൾ ബോഡിക്ക് മുന്നായിട്ടാണ് നമ്മൾ HTML-നകത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ കോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്യുക അതിൻ്റെ വേ തന്നെയാണ്. ഹെഡർ മേലെയും ഫൂട്ടർ താഴെയായിട്ട് തന്നെയാണ് കാണിക്കുക. An example describing table background, setting height and width, inserting caption, setting head, foot is given below. നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റുകളൊക്കെ ഒരുമിച്ചുള്ള ഒരു കോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡോക് ടൈപ്പ് HTML, പിന്നെ HTML ടേബിൾ ഉണ്ട്, അതായത് നമ്മൾ ടൈറ്റിലാക്കി കൊടുത്തു. പിന്നെ ബോഡി സ്റ്റാർട്ട് ചെയ്യാണ്. ടേബിൾ ബോർഡർ 1, വിഡ്ത്ത്, ഹൈറ്റ്, BG ബോർഡർ കളർ, BG കളറൊക്കെ കൊടുത്താൽ അടിപൊളി ടേബിളാണ് ഉണ്ടാക്കുന്നത്. ക്യാപ്ഷൻ കൊടുത്തു, സ്റ്റുഡൻസ് ഡീറ്റെയിൽസ്, അതായത് ആ ടേബിളിൻ്റെ മേലെ ഒരു ഹെഡിങ് പോലെ കൊടുക്കുന്ന ക്യാപ്ഷനാണ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും എന്താണ് ക്യാപ്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ T ഹെഡ് ഉണ്ട്, TR,
കോൾ സ്പാന് 4 നമ്മൾ കോൾ സ്പാൻ 4 ഇട്ട് കൊടുത്തു. അതായത് എല്ലാ കോളം കൂടെ മെർജ് ചെയ്തിട്ടാണ് നമ്മൾ ഹെഡ് കൊടുക്കുന്നത്. ദിസ് ഈസ് ദ ഹെഡ് ഓഫ് ദി ടേബിൾ. എന്നിട്ട് ഹെഡ് ഓഫ് ദി ടേബിൾ എന്ന് ജസ്റ്റ് ഒരു ക്യാപ്ഷൻ കൊടുത്തു. അതെന്തും കൊടുക്കാം. ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ആണ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ആ റോ ക്ലോസ് ചെയ്തു, ടി ഹെഡ് ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ പറയുന്നത് ടി ഫൂട്ടാണ്. അതായത് ആ ടേബിളിൻ്റെ താഴെ കൊടുക്കേണ്ടതാണ്. ടി ഡി കോളം സ്പാൻ 4 ദിസ് ഈസ് ദ ഫൂട്ട് ഓഫ് ദ ടേബിൾ. അതാണ് ഫൂട്ട് എന്ന് പറഞ്ഞത്. നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. അത് ക്ലോസ് ചെയ്തു. ആ കോളംസൊക്കെ ചെയ്ത് കോളം സ്പാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ടീ ബോഡിയാണ്. അതിനകത്ത് ആലീസ് ഉണ്ട്, ബോബ് ഉണ്ട്, ടോം ഉണ്ട്, റിച്ച് ഉണ്ട്. കണ്ടോ, റോ ആ കോളത്തിൽ അങ്ങനെ എല്ലാം കൂടെ കൊടുത്തു. ആലീസ്, ബോബ്, ടോം, റിച്ച് എന്ന് അങ്ങനെ കൊടുത്തു. അതൊക്കെ ക്ലോസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ കോഡ് പറഞ്ഞതൊന്ന് നമുക്ക് ക്യാപ്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്ന് ടി ഹെഡ്, പിന്നെ ഒന്ന് ടി ഫൂട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് അത് HTML കോഡിൽ പ്രസൻറ്റ് ചെയ്യുക എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പ്രോഗ്രാം പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് പക്കയായിട്ട് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, ഓരോ കോഡ് എഴുതി പഠിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. യു ക്യാൻ യൂസ് കോൾ ആൻഡ് കോൾ ഗ്രൂപ്പ് ടു ഡിഫൈൻ ടേബിൾ കോളംസ് ഓഫ് സ്റ്റൈലിംഗ്. നമ്മൾ ഈ കോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ കോൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോളംസിന് സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഹൗവർ ദർ ആർ നമ്പർ ഓഫ് ലിമിറ്റേഷൻ വിത്ത് ദിസ് പ്രാക്ടീസ്. പക്ഷേ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതൊക്കെ HTML5 കൊണ്ടുവരാൻ. കോളം ഗ്രൂപ്പ്സ് അലോ ഓതേഴ്സ് ടു ക്രിയേറ്റ് സ്ട്രക്ചറൽ ഡിവിഷൻ വിത്തിൻ എ ടേബിൾ. നമ്മളുടെ ഈ കോളം ഗ്രൂപ്പ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടേബിളിനെ ഒരു സ്ട്രക്ചറൽ ഡിവിഷൻ തന്നെ ചെയ്യാൻ പറ്റും. ഓതേഴ്സ് മേ ഹൈലൈറ്റ് ദിസ് സ്ട്രക്ചർ ത്രൂ സ്റ്റൈൽ ഷീറ്റ് ഓർ HTML ആട്രിബ്യൂട്ട്സ്. നമുക്ക് എന്ത് ചെയ്യാം, CSS യൂസ് ചെയ്തിട്ട് അതേപോലെ HTML ആട്രിബ്യൂട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത്തരം സ്ട്രക്ചറിങ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ടേബിൾ എലമെൻറ്റിൻ്റെ ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഒക്കെ പറഞ്ഞില്ലേ. ഫോർ എൻ എക്സാമ്പിൾ ഓഫ് വിഷ്വൽ പ്രസൻറ്റേഷൻ ഓഫ് കോളം ഗ്രൂപ്പ്സ് പ്ലീസ് കൺസൾട്ട് സാമ്പിൾ ടേബിൾ. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രസൻറ്റേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഡിസ്പ്ലേ ചെയ്ത ടേബിൾസ് നമ്മൾ കണ്ടു. ഓരോന്നും ഇത്തരം ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്തതാണ്. എ ടേബിൾ മേ ഐദർ കണ്ടെയ്ൻ എ സിംഗിൾ ഇംപ്ലിസിറ്റ് കോളം ഗ്രൂപ്പ്, നോ കോൾ ഗ്രൂപ്പ് എലമെൻറ്റ് ഡിലൈറ്റ് ദ കോളം, delimit the column, or any number of explicit column groups, each delimited by instance of call group element. The call element allows author to share attributes among several columns without implying any structural grouping. The span of the call element is the number of columns that will share the element's attribute. അതായത് ഇതിനകത്ത് പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പല കോളം ഗ്രൂപ്പ്സിൻ്റെ ആട്രിബ്യൂട്ട്സും ഉണ്ട്. നമുക്കതൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ CSSനകത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ നമ്മൾ കോളത്തിൻ്റെ പഠിച്ചത് എന്താ വെച്ചാൽ സ്പാനിങ് ആണ്. കോൾ സ്പാൻ, റോ സ്പാൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ. അതൊക്കെ ആക്ച്വലി എന്താണ്, നമ്മൾ കോളംസിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പാൻ ആട്രിബ്യൂട്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് CSSലൊക്കെ ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പിന്നെ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ടേബിൾസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ടാഗ്സ് ആണ് അതിനകത്ത് കൊണ്ടുവരുന്നത്, പിന്നെ ഒരു സാമ്പിൾ പ്രോഗ്രാംസ് തിയറി എക്സാമിന് എഴുതാൻ കഴിയും. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, സിമ്പിളായിട്ടുള്ളത്. പിന്നെ സെൽ പാഡിങ്, സെൽ സ്പേസിങ് അത് മസ്റ്റാണ്. അതേപോലെ തന്നെ കോളം സ്പാന്, റോ സ്പാന് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഫൂട്ടറും ഹെഡറും ഒക്കെ കൊടുക്കുന്ന ഏരിയ അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, HTML ടേബിളിനെ നമുക്കൊരു essay പോലെ എഴുതാൻ മാത്രം കണ്ടൻറ്റ് നമുക്ക് കിട്ടി. ഓക്കെ, പിന്നെ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിന് വരുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സിന് നടക്കില്ല എന്ന് പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഭയങ്കര ബിസി ഷെഡ്യൂളിങ് ആണ് കോളേജിൽ, അപ്പോൾ എത്രത്തോളം നടക്കുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാബ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം നിങ്ങളെ വരുത്തും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത് സംഭവങ്ങൾ ഇതൊക്കെ സിമ്പിളാണ്. നിങ്ങൾക്ക് തന്നെ ഒന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും സിമ്പിളാണ്. പക്ഷേ എന്താ വെച്ചാൽ മനസ്സിൽ അതൊക്കെ നിർത്താനാണ് പണി. അപ്പോൾ നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.